അല്ല, അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അവർ ഇപ്പോൾ അസോസിയേറ്റ് അംഗം എന്നുള്ളൊരു പുതിയ തലത്തിലേക്കാണ് അവരെ വെച്ചിട്ടുള്ളത്. പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പൂർണ്ണമായി സഹകരിക്കും. ഇല്ല, അല്ല, മുന്നണി നമ്മളവരെ പ്രത്യേകമായി ക്ഷണിക്കും. തന്നിരിക്കുന്നു. ആര് കണ്ടീഷണലായിട്ടല്ല വന്നിരിക്കുന്നത്. എല്ലാവരും വന്നിരിക്കുന്നത് നിരുപാധികമായിട്ടാണ്. UDFൽ ചേരാനുള്ള ആഗ്രഹം രേഖാമൂലം വന്നിരിക്കുന്നത്. ഒരു കണ്ടീഷനും ഈ 3 പാർട്ടികളിൽപ്പെട്ട ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. ഒരാവശ്യവും അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. തീർച്ചയായിട്ടും അവരുമായി ഞങ്ങൾ കൂടുതൽ ചർച്ചകൾ നടത്തും. തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായ സഹകരണം നമ്മൾ ഉറപ്പുവരുത്തും. അത് ഏതെല്ലാം രീതിയിലാണ് സഹകരണം ഉറപ്പുവരുത്തേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. അതിൻ്റെ ഭാഗമായിട്ട് അവരുമായിട്ടും ചർച്ച നടത്തും. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഒരു ഘടകകക്ഷികളുമായി ചർച്ച നടത്തുന്നില്ല. ഇവരെല്ലാം UDFനെ സമീപിച്ചവരാണ്. UDFനെ അവർ സമീപിച്ചപ്പോൾ ഞങ്ങളത് വിശദമായി 2 യോഗങ്ങളിൽ, കഴിഞ്ഞ UDF യോഗത്തിലും ഈ യോഗത്തിലും ചർച്ച ചെയ്തിട്ടാണ് പിന്നെ വിവിധ ഘടകകക്ഷികൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവരെ 3 പേരെയും അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മറ്റൊരു പാർട്ടിയുമായിട്ടുള്ള ഒരു ചർച്ചയും UDF നടത്തുന്നില്ല. ഇപ്പോൾ അത് ഞങ്ങൾ ജനുവരിയിൽ തന്നെ അത് പൂർത്തിയാക്കും. വളരെ പെട്ടെന്ന് പൂർത്തിയാക്കും. ജനുവരി 15-ന് മുമ്പ് അത് പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, അത് തീർച്ചയായിട്ടും അത് UDFന്റെ മാനിഫെസ്റ്റോ ഞങ്ങൾ പ്രഖ്യാപിക്കും. ആ മാനിഫെസ്റ്റോയിൽ ഇന്നുവരെ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുന്നണിയും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടിയും കേരളത്തെ ഇന്ന് വീണ് കിടക്കുന്ന ഈ പരിതാപകരമായ ഈ അവസ്ഥയിൽ നിന്ന് കൈപിടിച്ചുയർത്താനും വേണ്ടിയിട്ടുള്ള നിരവധിയായ പരിപാടികളുണ്ട്. കഴിഞ്ഞ 1 വർഷമായി വിവിധ വകുപ്പുകളിൽ ഞങ്ങൾ വിദഗ്ധരായ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പഠനങ്ങൾ, ഗവേഷണ തുല്യമായ പഠനങ്ങൾ നടത്തുകയാണ്. എന്ത് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ വ്യക്തമായ രൂപരേഖയോടുകൂടിയാണ്. അതിനൊരു വലിയ വിഭാഗം വിദഗ്ധരായ ആളുകളുടെ സഹായം കൂടി, ഇപ്പോൾ ആരോഗ്യരംഗത്ത് ഡോക്ടർമാർ, വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, കാർഷിക രംഗത്ത് കാർഷിക വിദഗ്ധർ തുടങ്ങി തീരപ്രദേശത്തെ വിഷയങ്ങൾ, മലയോരത്തെ വിഷയങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന വിഷയങ്ങളെ ഏറ്റവും പ്രൊഫഷണലായി ഏറ്റവും സമഗ്രമായി അപ്രോച്ച് ചെയ്തുകൊണ്ട് കൺവെൻഷനലായി UDF യോഗത്തിന് ശേഷം VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ CK ജാനുവിന്റെ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളെ UDFിന്റെ ഭാഗമാക്കും എന്നും, മാത്രമല്ല പ്രാദേശിക തലത്തിൽ CPUമായി യാതൊരു തരത്തിലുള്ള സഖ്യവും വേണ്ട എന്നുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ മേൽ മുഖ്യമന്ത്രി സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള ഒരു ആക്ഷേപവും VD സതീശൻ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചു.